നിങ്ങൾ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. രാവിലെ നമുക്കൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ അരിപ്പത്തിരി റോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പത്തിരിപ്പൊടിയാണ്. അപ്പോൾ ഞാനെടുത്തത് ഈ ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുട്ടുപൊടിയാണ്. അപ്പോൾ പുട്ടുപൊടി നമുക്ക് 1 കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പത്തിരിപ്പൊടി എടുക്കുന്നതിൻ്റെ നേരെ പകുതിയാണ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് മൈദയും എടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. എന്നിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതേ പാത്രത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഉള്ളിയാണ്. ഞാനിപ്പോൾ വലിയ ഉള്ളിയാണ് എടുത്തത് ഒരെണ്ണം. അപ്പോൾ ചെറിയ ഉള്ളിയാണെങ്കിൽ ഒരു 3-4 എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി ഒരു 2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് അരിഞ്ഞു പോകരുത്. ഇതുപോലെ തരിതരിയായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ ചിലർക്ക് പെരുംജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്ന് പറയലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ട് നേരത്തെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു മിക്സിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒരേപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്കിതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ഏകദേശം എനിക്ക് എത്ര വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പിന്നെ ഓരോരുത്തരും എടുക്കുന്ന പത്തിരിപ്പൊടിയും പുട്ടുപൊടിൻ്റെ ഒക്കെ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നോർമൽ പച്ചവെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. പത്തിരിപ്പൊടിയും പുട്ടുപൊടിയും ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒരേപോലെ മിക്സായിട്ട് വരണം. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിതാ ഇതേപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. പിന്നെ ഫുള്ളായിട്ടും ഇതേപോലെ നമ്മൾ ബോളാക്കി മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കണം. നമുക്ക് ഇതേപോലത്തെ പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ വാഴയിലയോ എടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ബോളും എടുത്തിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തുന്നതിന് മുമ്പ് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ കവറിൽ വെച്ചിട്ട് ഇതേപോലെ പരത്തിയെടുക്കാം. പിന്നെ നമ്മളിത് പരത്തുന്നത് കൈകൊണ്ട് തന്നെ പരത്താൻ വേണ്ടി നോക്കുക. പത്തിരി പ്രസ്സിലെല്ലാം ആകുമ്പം വല്ലാണ്ട് അങ്ങ് നേരിയതായിപ്പോവും. നമുക്കിത് ഈ ഒരു കട്ടിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരത്തി വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇത് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വരും. എന്നിട്ട് ഒരു 1-2 സെക്കൻഡ് വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ മറ്റേ സൈഡ് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ വേണം നമ്മൾ ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറിൽ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഫുൾ ടൈം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കേണ്ടത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ പൊങ്ങി വരും. ഈ ഒരു കളറിൽ ഫ്രൈ ആക്കി എടുക്കാനും വേണ്ടി പറ്റും. അപ്പോൾ ഒരെണ്ണം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഓരോന്ന് പരത്തിയിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ എണ്ണ എപ്പോഴും നല്ല ചൂടുണ്ടായിരിക്കണം. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ നെയ്പ്പത്തിരിയൊക്കെ പോലെ തന്നെയാണ്. നമ്മൾ സാധാരണ രീതിയിൽ നെയ്പ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ചില ആൾക്കൊന്നും റെഡി ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ എന്തായാലും സക്സസ് ആയിട്ട് വരും. ഫ്ലോപ്പ് ആവാതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. ചായൻ്റെ കൂടെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറി, മുട്ടക്കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.